സർക്കാർ സർവീസിൽ നിന്ന് ഇന്നലെ വിരമിച്ചവരുടെ എണ്ണം 10,000-ന് മുകളിലാണ്. ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി കൂടിയായ ജയചന്ദ്രൻ കല്ലിങ്കലും ഇന്നലെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് പടിയിറങ്ങി. ആരോരുമില്ലാത്തവർക്ക് സഹായം നൽകിയാണ് ജയചന്ദ്രൻ കല്ലിങ്കലിന്റെ പടിയിറക്കം. കുറച്ചധികം തുക ചെലവഴിച്ച് സർക്കാർ ജീവനക്കാരെ ആഘോഷപൂർവ്വം യാത്രയാക്കുക പതിവാണ്. ജയചന്ദ്രൻ കല്ലിങ്കൽ എന്ന ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെയൊരു യാത്രയയപ്പ് നൽകരുതെന്ന് നിർബന്ധമുണ്ടായി. വിരമിക്കൽ ആശംസ അറിയിക്കാൻ എത്തുന്നവർ ഒരു പുതപ്പ് കയ്യിൽ കരുതാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഔദ്യോഗിക ജീവിതത്തിന്റെ അത്ര തന്നെ പ്രായമുണ്ട് ജയചന്ദ്രൻ കല്ലിങ്കലിന്റെ സർവീസ് സംഘടനാ ജീവിതത്തിനും. അതുകൊണ്ട് ജയചന്ദ്രൻ കല്ലിങ്കലിന്റെ ആവശ്യം സുഹൃത്തുക്കളും തന്റെ പ്രിയപ്പെട്ട സഖാക്കളും ഒപ്പം ജോലി ചെയ്തിരുന്നവരും എല്ലാം സ്നേഹപൂർവ്വം കേട്ടു. വന്നവരെല്ലാം ഓരോ പുതപ്പ് കയ്യിൽ കരുതി. ജയചന്ദ്രൻ കല്ലിങ്കലിന് ഇന്നലെ അങ്ങനെ ലഭിച്ചത് 2,500-ലധികം പുതപ്പുകൾ. പുതപ്പ് ശേഖരണത്തിന്റെ കൗതുകമായിരുന്നില്ല അങ്ങനെ ഒരു അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ. പകരം നിരാലംബരായ എത്രയോ മനുഷ്യർക്ക് തണുപ്പകറ്റാനുള്ള ശ്രമമായിരുന്നു അത്. ലഭിച്ച പുതപ്പുകളിൽ നല്ലൊരു ശതമാനം പത്തനാപുരം ഗാന്ധി ഭവനിലെത്തിച്ചു. അവിടെ വെച്ച് സ്നേഹോഷ്മളമായ യാത്രയപ്പും ജയചന്ദ്രൻ കല്ലിങ്കലിന് ലഭിച്ചു. 28 കൊല്ലത്തെ സംഘടനാ ജീവിതം പൊതുസമൂഹത്തിലും പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്കും വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള ചാരിതാർത്ഥ്യം ആണുള്ളത്. ആ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഒരു പൊതുപ്രവർത്തകനായി ഞാൻ ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഇനി ബാക്കിയുള്ള പുതപ്പുകൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലെ ശരണാലയങ്ങളിലേക്ക് എത്തിക്കലാണ് ലക്ഷ്യം. 24 തിരുവനന്തപുരം.